കുരുക്ഷേത്ര യുദ്ധത്തിന് മുൻപ് കൃഷ്ണൻ കുന്തിയോട് പറഞ്ഞു, അമ്മായി, വിവാഹത്തിന് മുൻപ് നിങ്ങൾക്ക് ഒരു കുഞ്ഞ് ജനിച്ചത് അറിയാമോ? ലോകത്തിന് അറിയാത്ത ഈ സത്യം നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് പറഞ്ഞ് കുന്തിദേവി കരഞ്ഞു. എനിക്കറിയാം. അവൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അവനാണ് കർണൻ. നിങ്ങൾ പോയി കർണനെ വിളിക്കൂ. അവൻ നമ്മുടെ അടുത്തേക്ക് വന്നാൽ യുദ്ധം ഉണ്ടാവില്ല. എന്നാൽ അമ്മായി, ഒരുപക്ഷെ അവൻ വന്നില്ലെങ്കിൽ 2 വരം ചോദിക്കണം. ആ 2 വരങ്ങളും വാങ്ങിയിട്ട് വരൂ. ബാക്കിയുള്ളതെല്ലാം ഞാൻ നോക്കൊള്ളാം എന്ന് കൃഷ്ണ പരമാത്മാവ് പറഞ്ഞു. കൃഷ്ണന്റെ ഉപദേശപ്രകാരം കുന്തിദേവി കർണനെ കണ്ട് അവൻ തന്റെ മൂത്ത മകൻ എന്ന സത്യം വെളിപ്പെടുത്തുന്നു. പാണ്ഡവരോടൊപ്പം ചേരാൻ അവർ ആവശ്യപ്പെട്ടപ്പോൾ കർണൻ പറഞ്ഞു, അമ്മേ, ദുര്യോധനനെ ഉപേക്ഷിച്ച് എന്നോട് വരാൻ പറയുകയാണോ? ഈ ലോകത്തിൽ മാതാവ്, പിതാവ്, ഗുരു, ദൈവം എന്നീ 4 പേരാലും കൈവിടപ്പെട്ട ഒരേയൊരു വ്യക്തി ഞാനാണ്. മാതാവ്, ജന്മം നൽകിയ നിങ്ങൾ തന്നെ എന്നെ ആറ്റിലൊഴുകി. പിതാവ്, അച്ഛൻ ആരാണെന്ന് പോലും അറിയാതെയാണ് ഞാൻ വളർന്നത്. ഗുരു, യോഗ്യത ഉണ്ടായിരുന്നിട്ടും വിദ്യ പഠിക്കാൻ അനുവദിക്കാതെ തടഞ്ഞു. ദൈവം, എന്റെ കവചകുണ്ടലങ്ങൾ ദാനമായി വാങ്ങി എന്നെ നിരായുധനാക്കി. വില്ലുവിദ്യ മത്സരത്തിൽ ജാതിയുടെ പേരിൽ എന്നെ മാറ്റി നിർത്തി അപമാനിച്ച് തലകുനിച്ച് നിന്നപ്പോൾ സ്വന്തം ഗുരുവിനെ പോലും എതിർത്തു നിന്ന് അറിവിനും വീര്യത്തിനും ജാതിയില്ല എന്ന് പാഠം പറഞ്ഞവനാണ് ദുര്യോധനൻ. അന്ന് എനിക്ക് അംഗ രാജ്യം നൽകി. നീ ഒരു ക്ഷത്രിയനാണ് എന്ന് പറഞ്ഞ് എനിക്ക് മകുടം ചൂടി ബഹുമാനം നൽകിയവനെ, സംരക്ഷിച്ചവനെ ഇന്ന് ഒരു യുദ്ധം വരുമ്പോൾ ഞാൻ എങ്ങനെ ഉപേക്ഷിച്ചു വരും? തന്റെ നന്ദിബോധത്തെയും കടമയെയും സ്നേഹത്തെക്കാൾ വലുതായി കണ്ട കർണൻ കുന്തിയുടെ അപേക്ഷ വിനയപൂർവ്വം നിരസിച്ചു. കുന്തിദേവി അത്യന്തം ദുഃഖത്തോടെ അവിടെ നിന്ന് മടങ്ങി. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ഹരേ കൃഷ്ണ എന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വിവരം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.